ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സാധാരണ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിലും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടാണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മൾ ഇതിനു മുൻപ് കുറേ പ്രാവശ്യം പല രീതിയിൽ ചിക്കൻ കറി ചെയ്തിട്ടുണ്ട്, ചിക്കൻ റോസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും ബാച്ചിലേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു കാശ്മീരി ചില്ലി പൗഡറിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ആ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ഉപ്പും മഞ്ഞളും ചേർത്ത് 2 മണിക്കൂർ നേരം പുരട്ടി വെച്ചതാണ് കേട്ടോ ഈ ഒരു ചിക്കൻ. ഇത് 2 കിലോ ചിക്കൻ്റെ അടുത്തുണ്ട്. അത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. ഇതിനകത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്നും പേസ്റ്റ് ആക്കിയിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല. കാരണം പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന റെസിപ്പി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും വലിയ പ്രൊസീജിയറിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ തന്നെ ചിക്കൻ വറുത്തെടുത്ത് കറിയാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ ഇത്രയും കളർ കിട്ടാനുള്ള കാരണം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കാശ്മീരി ചില്ലി പൗഡർ കാരണമാണ്. അപ്പോൾ ആ റെസിപ്പി എന്തായാലും ഒന്ന് പോയി കാണണം. തീർച്ചയായിട്ടും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ഹോട്ടലിലൊക്കെ ഈ കളറിലാണ് നമുക്ക് ചിക്കൻ കറി കിട്ടുക. അത് ചിലപ്പോൾ പ്രിസർവേറ്റീവ്സോ കളേഴ്സൊക്കെ ചേർത്തിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് വീട്ടിൽ തന്നെ ഇത്രയും നല്ല കളറുള്ള നല്ല അടിപൊളി ചിക്കൻ കറി നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ലോണം ചിക്കൻ വറുത്തെടുക്കാൻ പോവുകയാണ്. ചിക്കൻ എപ്പോഴും നല്ല രീതിയിൽ വറുത്തെടുത്തിട്ട് വേണം നമ്മൾ കറിയിൽ ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അകം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം, അത് നിർബന്ധമാണ്. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ ചിക്കൻ കുക്കറിൽ ഒരു വിസിൽ കേൾക്കുന്നത് വരെ അടിച്ചതിന് ശേഷം നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാൻ പറ്റും കേട്ടോ. ആ രീതിയാണെങ്കിൽ നമ്മുടെ ചിക്കൻ പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. മാത്രമല്ല അകമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. ബാക്കിയുള്ള ചിക്കനും നമുക്ക് വറുത്തെടുക്കാം. നമ്മൾ ചിക്കൻ വറുത്തെടുത്ത അതേ എണ്ണ തന്നെയാണ് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് കേട്ടോ. അതാണ് ഇത്രയും നല്ലൊരു ബ്രൈറ്റ് കളർ കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ആ ചില്ലി പൗഡറിൻ്റെ കളർ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 4 വലിയ സവോളയും 5 പച്ചമുളകും കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി മൂക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ സവോളയും അതുപോലെ പച്ചമുളകും ഇട്ട് കൊടുക്കണം. ഇതെല്ലാം ഒരുമിച്ച് കിടന്നിട്ടാണ് നന്നായിട്ടൊന്ന് വാടി വരേണ്ടത്. നമ്മുടെ സവോളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 2 വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എക്സ്ട്രാ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇട്ട് കൊടുത്തിട്ടുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും നന്നായിട്ടൊന്ന് മൂത്തൊരു മണം വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ തക്കാളി അരിഞ്ഞിട്ടല്ല ചേർക്കുന്നത്, നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 4 വലിയ തക്കാളി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ തക്കാളിയുടെ ടേസ്റ്റാണ് കേട്ടോ. തക്കാളി നന്നായിട്ട് അരച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണ തെളിഞ്ഞ് വരും. ഒരുപാട് നേരം വെക്കേണ്ട, കുറച്ച് സമയം മതി ഇതിലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാനായിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. നമുക്ക് കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്ക് കൂടുതലും കറിവേപ്പിലയുടെ ഫ്ലേവറാണ് കുറച്ച് കൂടുതലായിട്ട് ഇഷ്ടം. അതുകൊണ്ടാണ് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എണ്ണ ചെറുതായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്താണ് ഗരം മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് 1 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗരം മസാലയായിട്ടല്ല ഞാനിവിടെ ചേർക്കുന്നത്, ഞാൻ പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ് ചേർക്കുന്നത്. 3 ചെറിയ പീസ് പട്ട, അതുപോലെ 3 കരയാമ്പൂ, 3 ഏലക്കയാണ് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 15 മിനിറ്റ് അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് ഞാൻ അടച്ചിട്ട് വേവിച്ചതാണ്. നമ്മുടെ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 15 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചത്. എപ്പോഴും നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ആ മസാല ഒന്ന് പിടിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയാണ് കേട്ടോ. അവസാനമായിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കറിവേപ്പില ഫ്ലേവർ ശരിക്കും നാടൻ ഒരു ഫ്ലേവറാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. ഇത്തവണ ചിക്കൻ വെക്കുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കമൻറ്റ്സ് എല്ലാം എന്നെ എഴുതി അറിയിക്കുകയും വേണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാനും വിട്ടുപോകരുത്. നമുക്ക് വീണ്ടും പുതിയ രുചികളുമായിട്ട് കാണാം.